ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയോട്. ആ ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്നത് മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഉള്ള 40.583 ദിവസങ്ങൾ പറയുന്ന ആ മണ്ഡലകാലം മാത്രമാണ് എല്ലാവർക്കും അറിവുള്ളത്. അതെ. 50 മണ്ഡലങ്ങളായിട്ട് ഒരു വർഷത്തെ തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇല്ല. അതിൽ ആദ്യത്തെ മണ്ഡലമാണ് കാലമണ്ഡലമെന്നും അതിനുശേഷമുള്ള ഓരോ മണ്ഡലങ്ങൾക്കും പ്രത്യേകതയുണ്ടെന്നും ഇവിടെ ആർക്കും അറിയില്ല. അതിൽ ഏറ്റവും ഇനിയിപ്പോ അടുത്ത മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആകാശമണ്ഡലം. കാലമണ്ഡലം കഴിഞ്ഞല്ലോ. കാലമണ്ഡലം കഴിഞ്ഞു. അടുത്ത മണ്ഡലമാണ് ആകാശമണ്ഡലം. ആകാശമണ്ഡലത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. വൃശ്ചികം 1 മുതൽ കാലമണ്ഡലം കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് 41 കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നത് 41 മുതൽ തുടങ്ങിയത് ആകാശമണ്ഡലമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ആനന്ദം. ആനന്ദാമൃതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് വൃക്ഷപരിപാലനമാണ് കാലമണ്ഡലത്തിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ മണ്ഡലത്തിൽ ആകാശത്തിന് വേണ്ടിയിട്ട് സരസ്വതി ഭാവത്തിൽ സരസ്വതിക്ക് കാരണമായിരിക്കുന്ന ആകാശമണ്ഡലത്തിൽ നമ്മൾ ചെയ്യുന്നത് ആനന്ദമാണ്. താങ്ക് യു. അതായത് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആനന്ദിക്കുകയാണ്. ഉത്സവങ്ങൾ നടക്കുകയാണ്. ഈ 40.583 ശബരിമല ഉൾപ്പെടെയുള്ള കാലമണ്ഡലത്തെ ആഘോഷിച്ച എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള ആകാശമണ്ഡലമാണ്. ഇനി അത് കഴിഞ്ഞ് ആകാശമണ്ഡലത്തിന്റെ 40.583 ദിവസം കഴിഞ്ഞാൽ പിന്നെ മനോമണ്ഡലായി, പിന്നെ ദിക്കുമണ്ഡലം, പിന്നെ അഗ്നിമണ്ഡലം, പിന്നെ ആത്മമണ്ഡലം, പിന്നെ വായുമണ്ഡലം, ഭൂമിമണ്ഡലം, ജലമണ്ഡലം. വീണ്ടും വൃശ്ചികം 1 മുതൽ കാലമണ്ഡലം മണ്ഡലകാലം തുടങ്ങും.